കേരള ചരിത്രത്തിൽ പുതുതുടക്കം കുറിച്ച നവകേരള സദസ്സിന് പ്രൗഢോജ്വല സമാപനം. പതിനായിരങ്ങളാണ് ഓരോ സദസ്സിലും ഒഴുകിയെത്തിയത്. വിവരങ്ങളുമായി കൈരളി ടീമിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്താൻ്റെ ടീം ചേരുകയാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളുമായി. ബിനു, അങ്ങനെ നവകേരള സദസ്സിൻ്റെ 36 ദിവസത്തെ യാത്ര അവസാനിച്ചു. ഇന്ന് വട്ടിയൂർക്കാവിൽ സമാപന സമ്മേളനമായിരുന്നു. ഔദ്യോഗികമായി സമാപന സമ്മേളനം കഴിഞ്ഞു. എങ്കിലും ജനുവരി 1, 2 തീയതികളിൽ മുൻപ് മാറ്റിവെച്ച നിയോജക മണ്ഡലങ്ങൾ, എറണാകുളം ജില്ലയിലെ നിയോജക മണ്ഡലങ്ങൾ കൂടി കടന്നു പോകുന്നതോടുകൂടി മാത്രമേ 140 നിയോജക മണ്ഡലങ്ങളിലെയും നവകേരള സദസ്സ് പൂർത്തിയായി എന്ന് പറയാനാവും. പക്ഷേ ഔദ്യോഗികമായി മുൻപ് തീരുമാനിച്ച സമാപനം ഇന്നിപ്പോൾ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം 2 നിയോജക മണ്ഡലങ്ങളുടെ സംയുക്തമായിട്ടുള്ള സമാപന സമ്മേളനമാണ് നമ്മളിപ്പോൾ അല്പം മുമ്പ് വട്ടിയൂർക്കാവിലെ ഗവൺമെൻറ് പോളിടെക്നിക് ഏറ്റവും വലിയൊരു ഗ്രൗണ്ടിൽ കണ്ടത്. ആ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ് ഇതിനോടകം തന്നെ കൈരളി ന്യൂസിൻ്റെ തത്സമയം ലൈവിലൂടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ വിപുലമായ സമാപനവും ഒക്കെ കണ്ടു കഴിഞ്ഞ കാഴ്ചകളാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എത്രമാത്രം ഉജ്ജ്വലമായൊരു സമാപനം. അതായത് മഞ്ചേശ്വരത്തെ പൈവളികയിൽ എങ്ങനെയാണോ നവകേരള സദസ്സ് ആരംഭിച്ചത്, അതിൻ്റെ എല്ലാ ഊർജ്ജവും ഉൾക്കൊണ്ടുകൊണ്ട് മറ്റ് നിയോജക മണ്ഡലങ്ങൾ കടന്ന്, ജില്ലകൾ കടന്ന് തിരുവനന്തപുരത്ത് അവസാനത്തെ വേദിയിലേക്ക് എത്തുമ്പോഴേക്കും ഈ ആദ്യം കണ്ട അതേ ആരവവും അതേ ആവേശവും അതേ ജനപങ്കാളിത്തവും അതിലും ഇരട്ടിക്കുന്ന വിധത്തിലേക്കാണ് അതിൻ്റെ സമാപനത്തിലേക്ക് പോയത്. മുഖ്യമന്ത്രി അത് അങ്ങനെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വലിയ ജനപങ്കാളിത്തത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇത് വലിയ നേട്ടമായി, വലിയ നിലയിൽ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു നവകേരള സദസ്സ്. അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്ത നവകേരള സദസ്സ് എന്ന സർക്കാരിൻ്റെ പൊതുവിലയിരുത്തൽ അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി. ബഹിഷ്കരണ തീരുമാനമെടുത്ത പ്രതിപക്ഷത്തിൻ്റെ അവധാനതയില്ലാത്ത തീരുമാനത്തിൻ്റെ പ്രശ്നങ്ങളെ മുഖ്യമന്ത്രി ഇന്നും അവതരിപ്പിച്ചു. കേരളത്തിൻ്റെ എണ്ണിപ്പറഞ്ഞ വികസന നേട്ടങ്ങൾ, കേരളത്തിൽ നേട്ടം മാത്രമല്ല ഇനി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യണമെങ്കിൽ കേരളത്തിന് പണം വേണ്ടേ? കേരളത്തിന് 1,07,500 കോടിയിൽ പരം രൂപയുടെ പണമാണ് കണക്കുപ്രകാരം കേരളത്തിന് കഴിഞ്ഞൊരു 7.5 വർഷക്കാലമായി ലഭിക്കേണ്ടിയിരുന്നത്. അത് തരാതെ പല നിലയ്ക്കും അത് പിടിച്ചു വെക്കുന്ന കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസനത്തെയാണ് തടസ്സപ്പെടുത്തുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിന് ഈ വികസനങ്ങൾ നടത്താൻ പണം വേണ്ടേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ആവർത്തിച്ച് മുഖ്യമന്ത്രി ഈ വേദിയിൽ ചോദിക്കുന്നത് കാണാമായിരുന്നു. ആ നിലയിലുള്ള ഒരു മഞ്ചേശ്വരം മുതൽ മുഖ്യമന്ത്രി പറഞ്ഞത് അതേ തരത്തിൽ തന്നെ ആവർത്തിച്ച് ജനങ്ങളോട് വിശദീകരിച്ച് മുന്നോട്ട് പോകുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ മഞ്ചേശ്വരം, കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് നവകേരള സദസ്സ് അവസാനിച്ച ഒരു ഘട്ടം. ഇപ്പോൾ മനുവും നൃപനും ഷീജയും ഞങ്ങൾ 4 പേരും കൂടി നവകേരള സദസ്സിൻ്റെ ഒരു പൊതു ആംബിയൻസ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സവിശേഷതകൾ കൂടിയാണ് പങ്കുവെച്ചു വരുന്നത്. എനിക്ക് തോന്നുന്നു ഷീജയിലേക്ക്. ഷീജ, നവകേരള സദസ്സ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല പൊതുവിൽ ജനപങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? എടുത്തു പറയേണ്ടത്, തിരുവനന്തപുരം പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലേക്ക് കയറുമ്പോൾ ഈ വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിൽ ലഭിച്ചൊരു സ്വീകാര്യത അതേ രീതിയിൽ ഉണ്ടാകുമോ എന്നുള്ളത് പലരും ആശങ്കയൊക്കെ പങ്കുവച്ചിരുന്നു. പക്ഷേ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് തെക്കൻ ജില്ലകളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇരട്ടിയിലധികം പങ്കാളിത്തം വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പലയിടങ്ങളിലും ഈ സ്റ്റേഡിയമാണെങ്കിലും അതോടൊപ്പം തന്നെ പല ഗ്രൗണ്ടുകളിലും ആൾക്കാർ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നൊരു സാഹചര്യം, നമുക്ക് പോലും റിപ്പോർട്ടിങ്ങിന് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിലുള്ളൊരു സാഹചര്യം അതാണ് പലയിടത്തും ഉണ്ടായിരുന്നത്. വലിയ തോതിൽ ജനപങ്കാളിത്തം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഞാൻ പല കേന്ദ്രങ്ങളിലും, കാരണം തെക്കൻ ജില്ല മുതലാണ് ഞാൻ ഇതിനൊപ്പം ഈ യാത്രയ്ക്കൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തെക്കൻ ജില്ലകളിൽ പൊതുവെ കണ്ടൊരു രീതി എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള ബസ്സിൽ എത്തുന്നു, സംസാരിക്കുന്നു, അതിനുശേഷം ഇവിടെ നിന്നും ഓരോ മണ്ഡലത്തിൽ നിന്നും മടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ജനം ഇവിടെ നിന്നും പോയിക്കൊണ്ടിരുന്നത്. അത് വലിയൊരു വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത, ഏത് രീതിയിലാണ് സർക്കാരിന് ജനങ്ങൾക്കിടയിലുള്ളൊരു സ്വീകാര്യത എന്നുള്ളത് തെളിയിക്കുന്നത് തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ പരാതികളുമായി എത്തുന്നവരുടെ എണ്ണം, അത് പരാതികളുമായി എത്തുന്നവർ നമ്മോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു പരാതി നൽകിയപ്പോൾ അത് പരിഹരിക്കപ്പെട്ടു. ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് വരുന്നതും ഈ സർക്കാരിൽ നിവേദനം നൽകാൻ വേണ്ടി ഈ വേദികളിലേക്ക് എത്തുന്നത് എന്നുള്ളത് അവർ എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതായത് നൃപൻ, മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് ഏതെങ്കിലും തരത്തിൽ ആരെയും കുറ്റം പറയാനുള്ളതല്ല, ആരെയും എതിർക്കാനുള്ളത്. പക്ഷേ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. അതിന് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യകാരണങ്ങൾ ജനങ്ങളോട് പറയുന്നത്, അല്ലാതെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ യോജിപ്പും വിയോജിപ്പും അവതരിപ്പിക്കാനുള്ള വേദിയേ അല്ല. പക്ഷേ പ്രതിപക്ഷം ബഹിഷ്കരിച്ചതോടുകൂടി അത് പലതും പറയേണ്ടതായ നിലയിൽ വന്നു. ഇതാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രസംഗങ്ങളിൽ കണ്ട ഒരു കാര്യം. തിരുവനന്തപുരത്തെ യോഗങ്ങളിൽ, ഇന്നത്തെ യോഗങ്ങൾ ഏറ്റവും അവസാനം വട്ടിയൂർക്കാവ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു, കണ്ട സവിശേഷത എന്താണ്? ജനപങ്കാളിത്തം എങ്ങനെയുണ്ടായിരുന്നു ഓരോ ഭാഗത്തെയും? അതുപോലെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും തിരുവനന്തപുരത്തെ പ്രസംഗത്തിൻ്റെ ഊന്നൽ എന്തായിരുന്നു? തുടക്കത്തിൽ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കും മുതൽ ഈ ജാഥയെ പിന്തുടരുന്ന ഒരാളാണ്. ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ഫീല്, ജനങ്ങളുടെ
ഈ രംഗത്തേക്ക് ഒഴുകി വരുന്ന ജനങ്ങളുടെ ആ ഒരു പൊതു സ്വഭാവം എന്നൊക്കെ കാര്യം മനസ്സിലാക്കിയാണ്. തലസ്ഥാന ജില്ലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ ഷീജ പറഞ്ഞതിൻ്റെ തുടർച്ചയായി പരിശോധിക്കുമ്പോൾ ആദ്യ വർക്കലയിൽ പ്രവേശിക്കുന്നു. അന്നത്തെ ഒരു സമാപനമാണ്. പിറ്റേ ദിവസം സമാപനം നെടുമങ്ങാടാണ്. അത് കഴിഞ്ഞുള്ള സമാപനം പാറശാലയിലാണ്. അത് കഴിഞ്ഞുള്ള സമാപനം ഇന്ന് വട്ടിയൂർക്കാവിലാണ്. ഈ സമാപന സമ്മേളനങ്ങളിൽ ഓരോ സമ്മേളനങ്ങൾ കഴിയുന്തോറും ഒഴുകിയെത്തുന്ന ജനസാഗരത്തിന്റെ അളവ് കൂടിക്കൂടി വരും. മറ്റൊരു കാര്യം ശരത്ത് പറഞ്ഞതുപോലെ ഇതിൽ ഉയർത്തിയ രാഷ്ട്രീയം അത് കക്ഷി രാഷ്ട്രീയമല്ല. ഇന്നത്തെ പ്രഭാത യോഗത്തിലും കഴിഞ്ഞ ദിവസത്തെ പ്രഭാത യോഗത്തിലും രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത നിഷ്പക്ഷരായിട്ടുള്ള പൗരപ്രമുഖർ നിരവധി പേർ പങ്കെടുത്തു. അവരോടെല്ലാം നമ്മൾ ആശയവിനിമയം നടത്തുക. അവർ പറഞ്ഞത് ഈ യോഗങ്ങളിലൊന്നും മുഖ്യമന്ത്രി രാഷ്ട്രീയം പറയുന്നില്ല എന്നതാണ്. കേരളത്തിന്റെ പൊതുവികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മുഖ്യമന്ത്രി പറയുന്നുള്ളൂ. അത്തരമൊരു വേദി എന്തിനു ബഹിഷ്കരിക്കണം എന്ന് സാംസ്കാരിക രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖർ ചോദിക്കുന്നു. ശരത്ത് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതിപക്ഷം, നിലവിലെ പ്രതിപക്ഷം വി ഡി സതീശനും കെ സുധാകരനൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. ഇതിൽ നിങ്ങൾ എന്തിനാണ് നവകേരള സദസ്സ് എതിർക്കുന്നത്, നിങ്ങൾ എന്തിനാണ് കരിങ്കൊടി കാട്ടുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഈ നവകേരള സദസ്സ് അവസാനിക്കുമ്പോഴും പ്രതിപക്ഷത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുക ലഭിക്കുന്നില്ല എന്ന കേരളത്തിന്റെ ആവശ്യത്തിന് എന്തിന് നിങ്ങൾ മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന ചോദ്യത്തിനും പ്രതിപക്ഷത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ലെന്നാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ നവകേരള സദസ്സ് അവസാനിക്കുമ്പോഴും വ്യക്തമായ മറുപടി പറയാൻ കഴിയാതെ പ്രതിപക്ഷം പ്രതിക്കൂട്ടിലാകുന്നു എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. നവകേരള സദസ്സിന്റെ പൊതുവിജയവും അതുതന്നെയാണ്. ശരത്ത്, മനു, ഇന്നത്തെ ഒരു ദിവസം സമാപനത്തിന് വേറൊരു സവിശേഷത കൂടിയുണ്ട്. വലിയ വിജയം നവകേരള സദസ്സ് നേടി എന്ന് യാതൊരു തർക്കവുമില്ലാതെ കേരളം അംഗീകരിച്ച കാര്യമായി നിൽക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം എന്ന് പറയുന്നതിൽ ഒരു അപാകതയുണ്ട്. കോൺഗ്രസിൻ്റെ ഇതിനോടുള്ള എതിർപ്പ്, നേരത്തെ നിർഭൻ പറഞ്ഞ പോലെ സാമൂഹ്യ സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിൽ നിന്നുള്ളവരൊക്കെ വളരെ പരസ്യമായി കാസർഗോഡ് മുതൽ പറയുന്നുണ്ട് എന്തിനാണ് യഥാർത്ഥത്തിൽ ഇതിനെ ബഹിഷ്കരിക്കുന്നത്. ഇതിനോട് യോജിച്ചുകൊണ്ട് സർഗാത്മകമായി വിയോജിക്കാം. സർക്കാരിൻ്റെ അഭിപ്രായങ്ങളെയും അതിനെ പ്രതിപക്ഷത്തിന് സമീപിക്കാം, കോൺഗ്രസ് സമീപിക്കാം എന്നിരിക്കെ ഇല്ലാതെ അതിനോട് സഹകരിക്കാതെ അതിനെ വിയോജിച്ചും ബഹിഷ്കരിച്ചും നിൽക്കുന്നു. വലിയ വിമർശനം അതിനെതിരെ ഉയർന്നു. ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ അതിനെ പരമാവധി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പരമാവധി പരിശ്രമങ്ങളാണ് നടന്നിട്ടുള്ളത്. 3-4 ദിവസമായി KS യൂത്ത് കോൺഗ്രസ് ഒക്കെ നടത്തി, ഇന്ന് കോൺഗ്രസ് ഒക്കെ നടത്തിയത്. ഒടുവിൽ പ്രതിപക്ഷത്തിന് ഇന്നത്തെ ഒരു ദിവസം സംഭവിച്ചത് എന്താണ്? ഇപ്പുറത്ത് നവകേരള സദസ്സ് വലിയ വിജയമാകുന്നു, അപ്പുറത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചോ? പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വളരെ നിരാശയുടേതായ ഒരു ദിവസമാണ് കടന്നു പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സംഘർഷം തലസ്ഥാന നഗരിയിൽ ഉണ്ടാക്കുന്നു. അതിനുശേഷം KPCC അധ്യക്ഷൻ പറയുന്നു എല്ലാത്തിനുമുള്ള മറുപടി 23-ാം തീയതി ഞങ്ങൾ DGP ഓഫീസ് മാർച്ചിൽ നൽകുമെന്ന് പറയുന്നു. പക്ഷേ ഇന്ന് എന്താണ് സംഭവിച്ചത്? അവിടെ മാർച്ച് തുടങ്ങുന്നു. എല്ലാ പ്ലാനിങ്ങും തെറ്റിപ്പോകുന്നൊരു കാഴ്ച. അതായത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കല്ലേറ് തുടങ്ങുകയാണ്. പോലീസിന് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, ഒരു ജലപീരങ്കി പ്രയോഗിച്ചു, അത്രമാത്രം. പിന്നെ ഒന്നും, അതായത് നേതാക്കന്മാർ ഒരു വഴിക്ക് പോകുന്നു, പ്രവർത്തകർ വേറൊരു വഴിക്ക് പോകുന്നു. അങ്ങനെ ഒരു ഒറ്റ ജലപീരങ്കിയിൽ ഒരു സമരം നനഞ്ഞ പടക്കമാക്കി ഒരു പ്രതിഷേധത്തെ മാറ്റാൻ, പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് ഒരു അക്രമ സമരത്തെ മാറ്റാൻ ഇന്ന് കഴിഞ്ഞു. അതിൽ പ്രതിപക്ഷം വീണുപോയിരിക്കുന്നു. വലിയ പരാജയം അവർക്ക്. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം വിചാരിച്ചത് കഴിഞ്ഞ ദിവസം KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ സമരത്തിൽ പോലീസ് വലിയ നിലയിൽ സംയമനം പാലിച്ചു. അതുകൊണ്ട് എന്താ മണിക്കൂറുകളോളം അവർക്ക് ആക്രമണം നടത്താൻ കഴിഞ്ഞു. ഈ മുമ്പ് പറഞ്ഞ പോലെ ആണി നിറച്ച പട്ടിക, അതുപോലെ തന്നെ ഇരുമ്പ് ഗോലി, അതുപോലെ തന്നെ മുളക് നിറച്ച മുട്ട ഇതുകൊണ്ട് എറിയുക, അതുപോലെ പല തരത്തിലുള്ള സമീപനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പോലീസ് കുറച്ചുകൂടി സംയമനം പാലിച്ചാൽ കുറേ നേരം പ്രകോപനപരമായി നീങ്ങാം എന്ന് വിചാരിച്ച, പ്രത്യേകിച്ച് നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷൻ ഉണ്ടാവില്ല എന്നും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ബലത്തിൽ പോലീസിനെ ആക്രമിച്ചു. പോലീസ് അതേ സമയത്ത് തന്നെ ജലപീരങ്കിയും പിന്നാലെ ടിയർ ഗ്യാസും. അതായത് ഒരു ലാത്തി ചാർജ്, സാധാരണ സമരം പ്രതിഷേധം നടക്കുമ്പോൾ ലാത്തി ചാർജ് നടക്കാറുണ്ടല്ലോ. പക്ഷേ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഒരു ടിയർ ഗ്യാസും ഒരു ജലപീരങ്കിയും. അവിടെ ഈ ഇവരുടെ അക്രമ സമരം, അതായത് ഇവരുടെ പ്ലാനിങ്, എനിക്ക് തോന്നുന്നു ഇവരുടെ പ്ലാനിങ് തെറ്റിപ്പോയതാണ്. ഇവർ കുറച്ച് നേരത്തെ ആയിപ്പോയി. അതായത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് തന്നെ മറുഭാഗത്ത് നിന്ന് കല്ലേറ് തുടങ്ങി. പോലീസ് കൃത്യമായിട്ട് അവിടെ ഇടപെടുകയും ആ പ്രതിഷേധത്തെ അല്ലെങ്കിൽ ആ അക്രമ സമരത്തെ അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഒരു വലിയ, അതായത് നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ കഴക്കൂട്ടത്ത് നിന്ന് വട്ടിയൂർക്കാവിലേക്ക് പോകാൻ കഴിയുമോ എന്ന ചോദ്യം വരെ ഇന്ന് മാധ്യമപ്രവർത്തകർ തടയും എന്ന നിലയിൽ ആ രീതിയിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വെറും വാക്കുകൾ മാത്രം, അതായത് പറയുന്നത് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു പ്രതിപക്ഷമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ആക്ഷേപം കേട്ടതാണ്. അവർക്ക് കൃത്യമായൊരു രൂപമില്ല. ഒരു രാഷ്ട്രീയ പക്വതയില്ലായ്മയുടെ വലിയ ഒരു സാന്നിധ്യം നമുക്ക് അവരുടെ ഈ മേഖലകളിലൊക്കെ കാണാൻ കഴിയും. പ്രത്യേകിച്ചും ഇന്ന് മുഖ്യമന്ത്രി, മന്ത്രിമാർക്ക് ഇവിടെ പ്രസംഗം ചോദിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ സമരവേദികളിൽ എവിടെയെങ്കിലും ലീഗുകാരെ കണ്ടിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണല്ലോ, അവരെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ UDFന്റെ പേരിൽ എന്ത് സമരമാണ് ഇവർ നടത്തുന്നത്? ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ UDF നേതൃത്വം പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ നവകേരള സദസ്സിനെതിരെ ബഹിഷ്കരണം എന്നതിനപ്പുറത്ത്
സ്ഥലത്തേക്ക് കരിങ്കൊടി സമരമോ പ്രതിഷേധ സമരമോ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ തോന്നുക ഒളിയിടങ്ങളിൽ നിന്ന് മറിഞ്ഞ് ചാടി വീണ് കരിങ്കൊടി കാണിക്കുക, ഷൂ എറിയുക, അങ്ങനെ എത്ര രീതികൾ നമ്മൾ കണ്ടു. അപ്പോൾ തലസ്ഥാന നഗരിയിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ ശോഭ കെടുത്താനായി കൂടുതൽ ആക്രമണങ്ങൾ, അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ വലിയ ആക്രമണം നഗരത്തിൽ ഒരുപാട് സമയം കണ്ടത്. ഇന്നും അതിൻ്റെ തുടർച്ചയാണ്. അവർ ആലോചിച്ചത്, അവർ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് അതാകെ പാളി പോകുന്ന നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം UDF റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇപ്പോൾ UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഇതിന് ബദലായി കുറ്റവിചാരണ സദസ്സാണ്. അത് വിചാരിച്ച പോലെന്നല്ല, അത് പൂർണ്ണമായും പാളിപ്പോയി എന്നൊരു വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നുണ്ടോ? മറുഭാഗത്ത് നവകേരള സദസ്സ് സർക്കാരിനെ സംബന്ധിച്ച്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചൊക്കെ വലിയ നേട്ടമാണ്, വലിയ വിജയമാണ്. എന്താണോ അവരതിലൂടെ ലക്ഷ്യം വെച്ചത് അതിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു, ജനങ്ങളെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞു, വലിയ പിന്തുണ കിട്ടുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പൊതു വിലയിരുത്തൽ എന്താണ്? കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ എന്താണ് ഈ കുറ്റവിചാരണ സദസ്സും ഒക്കെ നടത്തിയിട്ടും? മനു പറഞ്ഞതിൻ്റെ തുടർച്ചയായി ശരത് ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ട്. അതായത് കുറ്റവിചാരണ സദസ്സ് UDF പ്രഖ്യാപിക്കുന്നു. മന്ത്രിമാരുടെ പ്രദേശത്ത്, മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ കുറ്റവിചാരണ സദസ്സ് നടത്തുമെന്ന് പറഞ്ഞു. പക്ഷേ കുറ്റവിചാരണ സദസ്സ് തലസ്ഥാന ജില്ലയിൽ പോലും മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ നടത്തിയില്ല. നേമത്ത് മാത്രമാണ് നടത്തിയത്. പിന്നെ എവിടെയെല്ലാം നടന്നു എന്ന് ഒരു എത്തും പിടിയുമില്ല. UDFൻ്റെ നേതാക്കളൊന്നും കുറ്റവിചാരണ സദസ്സിൽ പങ്കെടുത്തില്ല. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ ലീഗിൻ്റെ നേതാക്കളൊന്നും മലബാറിലൊക്കെ കുറ്റവിചാരണ സദസ്സ് നടത്തേണ്ടതല്ലേ? ശുഷ്കമായ വേദികൾ, അവർക്കവിടെ രാഷ്ട്രീയം പറയാൻ പറ്റിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ശരത്ത് പറഞ്ഞതുപോലെ, എന്ത് രാഷ്ട്രീയമാണ് ഈ ജനതയ്ക്ക് മുമ്പിൽ ആർത്തലച്ച് വന്ന് കൂടിയ സർക്കാർ പറഞ്ഞ കേൾക്കാൻ വന്ന ജനതയ്ക്ക് മുന്നിൽ എന്ത് രാഷ്ട്രീയമാണ് UDFന് ബദലായി പറയാനുണ്ടായിരുന്നത്? അവസാന ദിവസവും മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചു, അത് കേരളത്തിന്റെ പൊതു ആവശ്യമാണ്. നിങ്ങൾ BJPക്കൊപ്പം ചേർന്ന് ഈ സമരത്തെ പൊളിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്, നിങ്ങൾക്ക് കൂടി വേണ്ടിയുള്ള സമരമാണ്. എന്തിന് നിങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. കുറ്റവിചാരണ സദസ്സ് നടത്തുന്നു, അത് പൊളിഞ്ഞു പോകുന്നു. മനു സൂചിപ്പിച്ചതുപോലെ അക്രമ സമരമായി വരുന്നു, അത് പൊളിഞ്ഞു പോകുന്നു, ചീറ്റിപ്പോകുന്നു, നനഞ്ഞ പടക്കമായി അവശേഷിക്കുന്നു. ഇടതു മുന്നണി, പ്രത്യേകിച്ച് സർക്കാർ ചോദ്യങ്ങൾ ആ ചോദ്യചിഹ്നമായി തന്നെ പ്രതിപക്ഷത്തിന്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. ഷീജ, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഷീജയോടുകൂടി, അതായത് 2021 ചരിത്രം കുറിച്ചൊരു തുടർ ഭരണത്തിലേക്ക് വന്നപ്പോൾ ഇടതുമുന്നണിക്ക് വലിയ നേട്ടമായത് സ്ത്രീ വോട്ടർമാരുടെ വലിയ ആഭിമുഖ്യമാണ്. സ്ത്രീ വോട്ടുകൾ അധികമായി, സാധാരണ കിട്ടുന്നതിലും അധികം ഇടതുമുന്നണിയിലേക്ക് വന്നു. നമ്മൾ അവിടെ നിന്ന് ഈ നവകേരള സദസ്സിലേക്ക് ആകെ വന്നാൽ സ്ത്രീകളുടെ ഒരു വലിയ പങ്കാളിത്തം എല്ലായിടത്തും കാണാമായിരുന്നു. പക്ഷേ അതിനെ UDF സമീപിച്ചതും വളരെ അപക്വമായിട്ടാണ് എന്ന് തോന്നാവുന്നൊരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ ഏത് മണ്ഡലത്തിൽ ചെന്നാലും ഏത് സദസ്സിൽ ചെന്നാലും അവിടെ സ്ത്രീകളുടെ ഒരു വലിയ പങ്കാളിത്തം, അതിപ്പോൾ വിദ്യാർത്ഥിനികളാകട്ടെ അല്ലെങ്കിൽ മുതിർന്നവരാകട്ടെ, അതെ, അല്ലെങ്കിൽ പ്രായമായവരാവട്ടെ, അതിൻ്റെ ഒരു വ്യത്യാസമില്ല. അങ്ങനെ ആ രീതിയിലാണ് ജനം ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. കൂടുതലും സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം തന്നെയായിരുന്നു. പക്ഷേ ഇതിലെ പൊതുവെ ഈ ഒരു നവകേരള സദസ്സിനെ അടച്ചാക്ഷേപിക്കുന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുമ്പോൾ അതുകൂടിയാണ് അവർക്കൊരു തിരിച്ചടിയാകുന്നത്. കാരണം അവരെ ഉൾപ്പെടെയുള്ള ജനതയാണ് ഈ പ്രതിപക്ഷം ഒന്നടങ്കം അടച്ചാക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൽ പങ്കെടുക്കാൻ വരുന്നവരെ അടക്കം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി പ്രതിപക്ഷം വാങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു നൃപൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിചാരണ സദസ്സ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പോലും ജനങ്ങൾക്കറിയില്ല. പക്ഷേ നവകേരള സദസ്സ് എന്നുള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്നു എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ ഇതിനകം പതിഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും കരിങ്കൊടിയും തല്ലും എന്നതിലേക്ക് പരിമിതപ്പെടുത്താനുള്ള വലിയ പരിശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തും അതുപോലെ മാധ്യമങ്ങളുടെ ഭാഗത്തും, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്കൊക്കെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യാത്ര നടത്തി, അതേക്കുറിച്ച് വാർത്താ സമ്മേളനം നടത്തുമ്പോഴും കരിങ്കൊടി അടി എന്ന ദ്വന്ദ്വത്തിലേക്ക് ഇതിനെ ഒതുക്കാനുള്ളൊരു ശ്രമം വലിയ തോതിൽ കണ്ടിരുന്നു. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി ലക്ഷ്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. 1. 2, മോദി സർക്കാർ, രാജ്യത്തെ BJP സർക്കാർ ഇതിനെതിരായിട്ടുള്ള ഒരു ബദൽ ഭരണം എങ്ങനെയാണ് എന്ന് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും മാതൃകയാക്കുന്ന വിധത്തിൽ കേരളം മുന്നോട്ട് പോകുമ്പോൾ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങളോട് അവതരിപ്പിച്ചു. അപ്പോൾ ഇത് വലിയ വിജയമാകുന്നത് അതിൻ്റെ ജനപങ്കാളിത്തം കൊണ്ടാണ്. 1. രണ്ടാമത്തെ കാര്യം, സംസ്ഥാനത്തെ എങ്ങനെയാണ് ഒരു കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രി മുതൽ ഉള്ളവർക്ക് ഇങ്ങോട്ട് പ്രതികരിക്കേണ്ടതായി വരുന്നു. UDF ബഹിഷ്കരിക്കുമ്പോഴും കോൺഗ്രസ് MPക്ക് ഇതേ വാചകങ്ങൾ ചൂണ്ടിക്കാട്ടി എഴുതി കൊടുത്തൊരു അടിയന്തര പ്രമേയം ലോക്സഭയിൽ വെക്കേണ്ടി വരുന്നു. ജനങ്ങളുടെ ഇടയിൽ ശക്തമായി ഇത് ചർച്ചയാവുന്നു. എന്തുമാത്രം വീഡിയോകളാണ് വൈറലായത്. സാധാരണ മനുഷ്യർ ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുന്നതൊക്കെ വൈറൽ. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ജനങ്ങളുടെ ഇടയിൽ ശരിയായ ഒരു വിദ്യാഭ്യാസം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയാണ് നവകേരള സദസ്സിനെ അതിൻ്റെ പൂർണ്ണതയിൽ സംസ്ഥാന സർക്കാർ എത്തിച്ചത്. നിശ്ചയമായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയ ക്രെഡിറ്റ് തന്നെയാണ്. നിയമപരമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ഗവർണർക്കെതിരെ പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക്
അപ്പോൾ ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കണമോ അത് പ്രവർത്തിച്ച് ജനങ്ങളോട് വിശദീകരിച്ച് എങ്ങനെ സുതാര്യമായി ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കാം, സംഘാടനം എങ്ങനെയാണ് ജനങ്ങൾ സർക്കാരിനൊപ്പം നിൽക്കുന്നത്, സർക്കാരിലുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ മണിക്കൂറുകളോളം ഓരോ വേദിയിലും ഇരിക്കുന്നത്. അതുപോലെ പരാതികൾ 8,000-9,000 പരാതികളാണ് പല നിയോജകമണ്ഡലങ്ങളിലും കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് സർക്കാർ തന്നെ പറയുന്നു അതിന് മുൻഗണന ഉണ്ടാകും എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ നിലയ്ക്കും സർക്കാർ സംവിധാനത്തെ കാര്യക്ഷമമാക്കിക്കൊണ്ട് ഒരു പരിപാടി ആ നിലയിൽ നവകേരള സദസ്സിൻ്റെ ഉജ്ജ്വലമായ പരിസമാപ്തിയിലേക്ക് എത്തി എന്നുള്ളതാണ് വട്ടിയൂർക്കാവിൽ നിന്ന് നമുക്ക് പൊതുവിൽ പറയാവുന്ന എല്ലാവർക്കും എനിക്ക് തോന്നുന്ന ഒരു പൊതു നിരീക്ഷണമാണെന്ന് തോന്നുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബിനു, ഇതാണ് വട്ടിയൂർക്കാവിൽ നിന്ന് നവകേരള സദസ്സിനെ ആകെ തന്നെ ഇതിൻ്റെ ഒരു 36 ദിവസത്തെ ഒരു വലിയ യാത്രയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വളരെ ചുരുക്കത്തിൽ പറഞ്ഞു നിർത്താനുള്ളത്. ബിനു.